ഉത്തമനായ ഒരു മനുഷ്യൻ പിറവിയെടുത്ത ദിവസവും അൽഹംദുലില്ലാഹ് മുഅ്മിനും മുത്തഖിയും മുഹ്സിനുമായ ഒരു പൂർണ്ണ മനുഷ്യൻ ഇവിടെ പിറവിയെടുത്തിരിക്കുകയാണ്. ഈദുൽ ഫിത്തർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ശുദ്ധ പ്രകൃതത്തിലേക്ക് മടങ്ങുക എന്നാണ്. തൻ്റെ അവിവേകങ്ങളും തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഒഴിവാക്കി, ഫത്തറ എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക. നമ്മൾ നോമ്പ് മുറിക്കുന്നതിനെ ഇഫ്താർ എന്നാണല്ലോ പറയുക. എന്താ ഫിത്തർ എന്ന് പറഞ്ഞാൽ? ഒഴിവാക്കുക, മുറിക്കുക. ഞാൻ ബന്ധം വിച്ഛേദിക്കുകയാണ്. എൻ്റെ ജീവിതത്തിലെ എല്ലാ അരുതായ്മകളോടും ഞാൻ ബന്ധം വിച്ഛേദിച്ചുകൊണ്ട് ഏതൊരു ശുദ്ധപ്രകൃതത്തിലാണോ ഞാൻ ജീവിക്കേണ്ടത്, കയോമിൻ വലദത്തുഹു ഉമ്മുഹു, മാതാവ് പ്രസവിച്ച ആ നിഷ്കളങ്കമായ കുഞ്ഞിൻ്റെ പരിശുദ്ധിയോടുകൂടി ഞാനിതാ തിരിച്ചു വന്നിരിക്കുന്നു. എല്ലാം ഞാൻ അവസാനിപ്പിച്ചിരിക്കുന്നു റബ്ബേ. തൻ്റെ യാഥാർത്ഥ്യം, തൻ്റെ അസ്തിത്വം തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു വരവാണ്. അള്ളാഹുവിൽ നിന്നാണ് ഞാനുള്ളത്, അള്ളാഹുവിലേക്കാണ് എൻ്റെ മടക്കം. ഞാൻ ഈ ലോകത്ത് നിലകൊള്ളേണ്ടതും അവൻ്റെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചു കൊണ്ടാണ്. അതുകൊണ്ട് അല്ലാഹു അക്ബർ, ഞാൻ പ്രഖ്യാപിക്കുന്നു, അല്ലാഹു അക്ബർ. എൻ്റെ ജീവിതത്തിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ, പല ആഗ്രഹങ്ങൾ എനിക്കുണ്ടായിരുന്നു. എനിക്ക് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ടല്ലോ, എന്ത് തെരഞ്ഞെടുക്കാൻ. ആ സ്വാതന്ത്ര്യം വെക്കുകയാണ്. അല്ല, ആ സ്വാതന്ത്ര്യം പോലും നിനക്കടിയറ വെക്കുന്നു റബ്ബേ. എൻ്റെ സ്വാതന്ത്ര്യത്തെ പോലും ഞാൻ കയറൂരി വിടാൻ, എൻ്റെ താല്പര്യങ്ങൾക്കും എൻ്റെ ഇച്ഛകളിലേക്കും എൻ്റെ സ്വാതന്ത്ര്യത്തെ തിരിച്ചുവിടാൻ ഇനി ഞാനില്ല റബ്ബേ. ഞാൻ മനസ്സിലാക്കി എന്താണ് റബ്ബ്, റബ്ബിന്റെ മഹത്വം, ഈ ജീവിതത്തിന്റെ ആദർശ പങ്കിലമായി ഈ ജീവിതത്തിന്റെ മഹത്വം എന്താണ് എന്ന് ഞാൻ അനുഭവിച്ചറിഞ്ഞു. അതിനുള്ള വഴികാട്ടിയായിട്ടുള്ള ഹിദായത്തായ ഖുർആൻ ഞാൻ ഏറ്റുവാങ്ങിക്കൊണ്ട് ഞാൻ പ്രഖ്യാപിക്കുകയാണ്, ഞാൻ പ്രതിജ്ഞയർപ്പിക്കുകയാണ്. ലോകത്തിന്റെ മുമ്പിൽ സധൈര്യം ഇനി ഞാനില്ല. ഇനി ഒന്നിലേക്കും എൻ്റെ ഇഷ്ടങ്ങൾക്കപ്പുറം അള്ളാഹുവിന്റെ ഇഷ്ടം എന്താണോ, അള്ളാഹുവിന്റെ അനിഷ്ടം എന്താണോ, അതാണ് എൻ്റെ ഇഷ്ടവും എൻ്റെ അനിഷ്ടവും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ മടങ്ങി വരികയാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം തക്ബീറിനുള്ള ഈ ഒരു സ്ഥാനം എത്ര വലുതാ! വെറും ഒരു പ്രഖ്യാപനങ്ങൾക്കപ്പുറം, നമ്മുടെ നാവിൻ തുമ്പിലുള്ള ഈ തക്ബീറുകൾക്കപ്പുറം എൻ്റെ ജീവിത സത്യമായി ഈ തക്ബീറുകൾ മാറണം, ഈ പ്രഖ്യാപനം, ഈ പ്രതിജ്ഞ മാറണം. ഹസ്ബുനല്ലാഹു നിഅമൽ മൗലാ വ നിഅമൻ നസീർ. സുഖദുഃഖ സമ്മിശ്രമായ എൻ്റെ ജീവിതത്തിന്റെ ഓരോ ചുവടുവെപ്പുകളിലും, ഓരോ പടവുകളിലും, ഓരോ ഉയർച്ചയിലും അനമിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമായി നിലകൊള്ളുമെന്നുള്ള എന്റെ ജീവിതത്തിന്റെ പ്രചോദനം അല്ലാഹു അക്ബർ. അല്ലാഹു ആണ് ഏറ്റവും വലിയവൻ. വേറെ എന്തൊക്കെയുണ്ടോ, എന്റെ താല്പര്യങ്ങൾ ഉണ്ടാകാം, എന്റെ കുടുംബങ്ങൾ ഉണ്ടാകാം, എന്റെ മക്കൾ ഉണ്ടാകാം, എന്റെ സമ്പത്ത് ഉണ്ടാകാം, എന്റെ കച്ചവടങ്ങളും എന്റെ ഭൗതികമായ പലതും ഉണ്ടാകാം. പക്ഷെ അല്ലാഹു അക്ബർ, ബാക്കിയെല്ലാം അതിന്റെ താഴെയാണ്, ബാക്കിയെല്ലാം അതിന്റെ താഴെയാണ്. ഏറ്റവും മുകളിൽ എന്നെ നടത്തുന്നത്, എന്നെ വഴി നടത്തുന്നത്, എന്നെ പിടിച്ചു നിർത്തുന്നത് ഈ അല്ലാഹു ആണ് എന്ന ബോധം. കുറെ നാളായല്ലോ നമ്മൾ ഈ തക്ബീർ കേൾക്കുന്നത്, അല്ലേ? ആദ്യത്തെ തക്ബീർ നമ്മൾ ജനിച്ചു വീണപ്പോ ആരോ വന്നിട്ട് നമ്മുടെ ചെവിയിൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ബാങ്കുലിയിലൂടെ ആ തക്ബീർ നമ്മൾ കേട്ടു. പിന്നീട് പിച്ച വെച്ച് ഓർമ്മ വരാൻ തുടങ്ങിയപ്പോ പള്ളിമിനാരങ്ങളിൽ നിന്ന് നമ്മളത് കേട്ടു. ഏറ്റവും ഒടുവിൽ നമ്മൾ മരിക്കാൻ നേരത്ത് നമുക്ക് പല മന്ത്രങ്ങളും പല വസിയത്തുകളൊക്കെ പറയുന്ന കൂട്ടത്തിൽ നമ്മുടെ ചെവിയിൽ പറഞ്ഞു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അവസാനം ഞാൻ മയ്യത്തായി എന്റെ മൃതശരീരം കബറിലേക്ക് വെക്കുമ്പോ എന്നെ താങ്ങിയെടുത്തുകൊണ്ട് എന്റെ ഉറ്റവർ, ബന്ധുമിത്രാദികൾ പ്രഖ്യാപിച്ചു ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹ്, ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി അല്ലാഹു അക്ബർ. എന്റെ ജീവിത മരണങ്ങൾക്കിടയിലുള്ള ഈ തക്ബീറിന്റെ സ്ഥാനം, എന്റെ ജീവിതത്തെ വഴി നടത്തുന്നവൻ അല്ലാഹു ആണ് എന്ന ബോധം. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. നമുക്ക് ലഭിച്ച ഈ ഹിദായത്തിന്റെ മഹത്വം അൽഹംദുലില്ലാഹ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ നോമ്പിലൂടെ നമുക്കത് ബോധ്യപ്പെട്ടു. എന്താണ് ഹിദായത്ത്, മുസ്ലിമായി ജീവിക്കുന്നതിന്റെ മഹത്വം എന്താണെന്ന് ബോധ്യപ്പെട്ടു. എങ്ങനെയാണ് ഹിദായത്ത് ഈ മാർഗം നമ്മളിലേക്ക് തരുന്നത്? നമ്മിൽ സംഭവിക്കാൻ സാധ്യതയുള്ള മുഴുവൻ ധിക്കാരങ്ങളും, ദൈവധിക്കാരങ്ങളെയും ദൈവവിസ്മരണകളെയും അധർമ്മങ്ങളെ, അക്രമങ്ങളെ തടഞ്ഞു നിർത്തി. എന്റെ ദേഹേച്ഛകളാണല്ലോ ഏറ്റവും വലിയ അക്രമകാരി. എന്റെ ദേഹേച്ഛയുടെ എല്ലാം ഞാൻ തടഞ്ഞു നിർത്തി. എന്റെ വികാരങ്ങൾ, എന്റെ ദേഷ്യങ്ങൾ, എന്റെ കോപങ്ങൾ, എന്റെ മ്ലേച്ഛമായ അശ്ലീല വർത്തമാനങ്ങൾ, എന്റെ തോന്നിയവാസങ്ങൾ, എന്റെ പ്രവൃത്തികൾ, ചെയ്തികൾ എല്ലാം ഞാൻ തടഞ്ഞു നിർത്തി. നിൽക്കൂ, എന്റെ ദേഹേച്ഛയോട് പറഞ്ഞു, നിൽക്കൂ. എന്റെ ദേഹേച്ഛയല്ല, അള്ളാഹുവിന്റെ ഇച്ഛയിലേക്ക് മടങ്ങുന്ന മനുഷ്യനായി ഞാൻ മാറാൻ പോവുകയാണ്. തടഞ്ഞു നിർത്തിയിട്ട് നമ്മളിങ്ങനെ സ്വീകരിച്ചു.
അള്ളാഹുവിന്റെ ഖുർആൻ, ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസ് വബൈനാത്തി മിനൽ ഫുർഖാൻ. എന്റെ സത്യാസത്യ ജീവിതത്തിന്റെ ശരിതെറ്റുകളെ വേർതിരിച്ച് നിർത്തുന്നിടത്ത് എനിക്ക് ലഭിച്ച ഹിദായത്താകുന്ന ഖുർആൻ, ആ ഖുർആൻ ഞാൻ ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. ഈ പെരുന്നാൾ ഇപ്പൊ നമ്മൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത് നോമ്പിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒന്നല്ല. നമ്മൾ കുറച്ചു നാൾ നമ്മളിങ്ങനെ നോമ്പെടുക്കുകയായിരുന്നല്ലോ. വലിയ തുക്കുമിൽ ഇദ്ദത, നമ്മൾ കുറച്ചു നാൾ ഇങ്ങനെ നോമ്പ് എടുത്തു. എന്നിട്ട് വലിയ തുക്കബ്ബിറുല്ലാഹ അലാ മാ ഹദാകും, ആ നോമ്പിലൂടെ നമുക്ക് ലഭിച്ച ഹിദായത്തിന് നമ്മൾ തക്ബീർ ചൊല്ലി. നോമ്പാകുന്ന ഇബാദത്ത് തന്നെ മാറ്റിയെടുക്കാൻ, എന്റെ ജീവിതത്തിന്റെ ഇച്ഛകളെ, എന്റെ ജീവിതത്തിന്റെ വഴിവിട്ട വ്യവഹാരങ്ങളെ തടഞ്ഞു നിർത്താൻ നോമ്പാകുന്ന ഇബാദത്തിലൂടെ സാധിച്ചു. എന്നിട്ട് വലിയ തുക്കബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തശ്കുറൂൻ, പെരുന്നാളാകുന്ന എന്റെ സന്തോഷത്തിന്റെ നന്ദിവാചകങ്ങളുമായി ഇബാദത്തിന് ഞാൻ നേടിയെടുത്ത ഇബാദത്തിന്റെ നന്ദി സൂചകമായി കൊണ്ട് റബ്ബേ ഞാനിതാ തിരിച്ചു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ പടവുകളിലും ഈ നോമ്പും പെരുന്നാളും എപ്പോഴും ഇങ്ങനെ നമ്മളെ പ്രതിരോധം തീർക്കണം. ജീവിതത്തിൽ വഴിവിട്ടു പോകുവാൻ സാധ്യതയുള്ള എല്ലാ മേഖലകളെ തൊട്ടും നമുക്ക് ഒരു കരുതൽ, ഒരു ജാഗ്രത പുലർത്തുവാൻ ഈ നോമ്പിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അതിലൂടെ നേടിയ പരിശീലനങ്ങളിലൂടെ സാധ്യമാകേണ്ടതുണ്ട്. അതല്ല ഇവിടെ നമ്മൾ അടിയറവ് വെച്ചിട്ട് ഇനി വീണ്ടും പഴയതിലേക്കാണ് നമ്മൾ മടങ്ങുന്നതെങ്കിൽ മാദല്ലാഹ്, ഈ നോമ്പ് കൊണ്ട് വെറും വിശപ്പും ദാഹവും അല്ലാതെ നമുക്കൊന്നുമില്ല. ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് സഹോദരന്മാരെ. ഈ പെരുന്നാൾ സന്തോഷം നമ്മൾ പങ്കിട്ടുകൊണ്ടിരിക്കെ ഇവിടത്തെ സൈനിസ്റ്റ്, ഫാസിസ്റ്റ്, സാമ്രാജ്യത്വ ശക്തികൾ അടക്കി വാഴുന്നത് മൂലം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരന്തം പൊതുസമൂഹം മുഴുവൻ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. യുദ്ധത്തിന്റെ കോലത്തിലായാലും വംശീയ ഉന്മൂലനത്തിന്റെ സാഹചര്യത്തിലായാലും ഇവിടെ നമുക്ക് അവയോട് ഐക്യദാർഢ്യപ്പെടാൻ, തെറ്റുകൾക്കെതിരെ, അധർമ്മങ്ങൾക്കെതിരെ, അനീതികൾക്കെതിരെ, അക്രമങ്ങൾക്കെതിരെ ഐക്യദാർഢ്യപ്പെടുവാൻ, അതിനുവേണ്ടി പോരാടുന്നവരോട് നമ്മുടെ പോരാട്ടം തുടരുകയാണ്. നമ്മുടെ ഇച്ഛകളിൽ നിന്ന് തുടങ്ങി, വ്യക്തിതലത്തിൽ നിന്ന് തുടങ്ങി, സാമൂഹിക തലത്തിലൂടെ ഒരു ലോകക്രമം മാറുന്നത് വരെ നമ്മുടെ പോരാട്ടം, ലോകത്ത് സമാധാനം പുലരുന്നത് വരെ, ലോകത്ത് ശാന്തിയും ധർമ്മവും നീതിയും പുലരുന്നത് വരെ നമ്മുടെ പോരാട്ടങ്ങൾ കെട്ടടങ്ങാതെ പ്രവാഹമായി അലയടിച്ചുകൊണ്ടേയിരിക്കാൻ നമുക്കിപ്പോൾ പോരാടിക്കൊണ്ടിരിക്കുന്നവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. വിശേഷ മുസ്ലിം സമുദായത്തെ തെറ്റിദ്ധരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഇസ്ലാമിന്റെ സ്നേഹത്തെ സംബന്ധിച്ച്, മാനവികതയെ സംബന്ധിച്ച്, ദൈവികതയെ സംബന്ധിച്ച്, മനുഷ്യനടിപ്പെടാൻ, അഭയം കണ്ടെത്താൻ, സമാധാനം കണ്ടെത്താൻ, ജീവിതത്തിൽ സ്വസ്ഥത നേടാൻ ദൈവം വേലികെട്ടി തിരിച്ച്, ദൈവം അതിർവരമ്പുകൾ സൃഷ്ടിച്ചുകൊണ്ട് ജാതി, വർഗ, വർണ്ണ, ദൈവവിശ്വാസം ഓരോരുത്തർക്കും നിലനിൽക്കെ, അല്ലയോ മനുഷ്യരെ, നമ്മെ അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ ശർറുകൾക്കുമെതിരെ നിങ്ങൾക്ക് ഭയം. ഇതാ മനുഷ്യരുടെ ദൈവം. വംശീയതയുടെ, വർഗീയതയുടെ, ജാതീയതയുടെ ദൈവങ്ങളല്ല, മതവിഭാഗീയതകളുടെ ഓരോ ജാതികൾക്കുമുള്ള ഓരോ ജാതി പേരിൽ അറിയുന്ന ദൈവസങ്കല്പമല്ല, മാനവികതയുടെ ദൈവം. ആ ദൈവസങ്കല്പത്തിൽ അണിനിരക്കുന്ന ഏക മനുഷ്യൻ, ഏക് ഹുദാ, ഏക് ഇൻസാൻ, ഏകനായ ദൈവത്തിന്റെ, ഏകനായ ഒന്നിച്ചു നിൽക്കുന്ന കുല്ലുക്കും മിൻ ബനി ആദം, ആദം മിൻ തുറാബ്, നമ്മളെ ഒരൊറ്റ മാതാവിന്റെയും പിതാവിന്റെയും മക്കളാണ് എന്ന സമത്വത്തിന്റെ, സ്നേഹത്തിന്റെ, സാഹോദര്യത്തിന്റെ, സഹവർത്തിത്വത്തിന്റെ സന്ദേശങ്ങൾ കൈമാറാൻ, അറിയിക്കാൻ, സാക്ഷ്യപ്പെടുത്താനുള്ള സന്ദർഭം കൂടിയായി പെരുന്നാളിനെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമുക്ക് മോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം നേടിയെടുത്ത ഈ ഹിദായത്ത്, നാം നേടിയെടുത്ത ഈ ദൈവ താല്പര്യങ്ങളെ നിലനിർത്തുന്ന, നമ്മുടെ ദേഹേച്ഛകളെ തടഞ്ഞു നിർത്തുന്ന ഈ ഒരു ദൈവബോധമുണ്ടല്ലോ, തഖ്വ, ജീവിതത്തിൽ എന്നെന്നും നിലനിർത്താൻ പൈശാചികമായ പല പ്രലോഭനങ്ങൾ നമ്മൾ നേരിടാൻ സാധ്യതയുണ്ട്. പടച്ച തമ്പുരാനെ, സാധുക്കളാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് നിന്റെ കാവൽ എല്ലാ സന്ദർഭങ്ങളിലും, എല്ലാ സാഹചര്യങ്ങളിലും, സാമ്പത്തിക വിഷയങ്ങളിൽ, രാഷ്ട്രീയ വിഷയങ്ങളിൽ, കുടുംബ വിഷയങ്ങളിൽ, മക്കളുടെ വിഷയങ്ങളിൽ, ജോലി സാധ്യതയുടെ വിഷയത്തിൽ, വിദ്യാഭ്യാസത്തിന്റെ വിഷയത്തിൽ ഒക്കെ പടച്ചവനെ, ഈ പാവങ്ങളായ ഞങ്ങളെ നീ കരുതി വെക്കണമേ തമ്പുരാനെ. നമുക്ക് അബദ്ധം പറ്റിപ്പോകാൻ സാധ്യതയുള്ള, പിശാച് വഞ്ചിക്കാൻ സാധ്യതയുള്ള എല്ലാ സന്ദർഭങ്ങളിൽ നിന്നും അർഹമുർ റഹീമീനായ തമ്പുരാനെ നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ തമ്പുരാനെ. നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ നമസ്കാരങ്ങൾ, നമ്മുടെ നോമ്പുകൾ, നമ്മുടെ സദഖകൾ, നമ്മൾ ചെയ്ത എല്ലാ ദാനധർമ്മങ്ങളും നാഥ നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ തമ്പുരാനെ. പടച്ചവനെ നീ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ പടച്ചവനെ, നിന്റെ തഖബ്ബലാണ് ഞങ്ങളുടെ തഖ്വയുടെ മാനദണ്ഡം. ഞങ്ങൾ ഈ കാട്ടിക്കൂട്ടിയതും ഈ ചെയ്തതൊക്കെ വെറുതെയാവും തമ്പുരാനെ. അതുകൊണ്ട് പടച്ച തമ്പുരാനെ, ഞങ്ങളിൽ നിന്നുള്ള അവിവേകങ്ങളെ പുറത്തു വന്നുകൊണ്ട് അർഹമുർ റഹീമീനായ തമ്പുരാനെ നീ ഞങ്ങളിൽ നിന്ന്
ഞങ്ങളിൽ നിന്ന് ഞങ്ങളെ സ്വീകരിക്കണമേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അല്ലാഹുമ്മ ഗ്ഫിർ ലനാ ദുനൂബനാ വകഫിർ അന്നാ സയ്യിആതിനാ വതവഫനാ മഅൽ അബ്റാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. اللهم اعز الاسلام والمسلمين، اللهم اعز الاسلام والمسلمين، اللهم اعز الاسلام والمسلمين، اللهم انصر المسلمين في كل مكان، اللهم انصر المسلمين في كل حال، اللهم احينا مسلمين وامتنا مسلمين، اللهم انا نسالك ايمانا كاملا وعلما نافعا، اللهم اهدنا الصراط المستقيم. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكون من الخاسرين. ربنا تقبل منا دعاءنا وقيامنا وصلاتنا وركوعنا وسجودنا وتلاوتنا وصدقاتنا واعتكافنا وسائر الأعمال يا سميع الدعاء يا أرحم الراحمين يا حي يا قيوم يا أرحم. اللهم لك الحمد نعمة تبارك اسم ربك والجلال والإكرام. الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد. سبحان رب العزة عما يصفون سلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.